പ്രകൃതിയുടെയും ഭൂമിയുടെയും നിലനിൽപ്പുമായിട്ട് ലോകം ഇന്ന് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുകയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ചെടികൾ, മരങ്ങൾ ഒക്കെ നട്ട് പിടിപ്പിക്കുന്നതിനു വേണ്ടി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായിട്ട് സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് EMS അക്കാദമിയുടെ ഭൂമിയിൽ ഇവിടെ ചെടികൾ നടുന്നതിനു വേണ്ടിയുള്ള ഈ പ്രത്യേക ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ EMS അക്കാദമി പാർട്ടിയുടെ വിദ്യാഭ്യാസ കേന്ദ്രമെന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഇനത്തിലും പെട്ട ചെടികളും മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചതിന്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നടന്നു വരികയാണ്. ഈ വർഷം പൂർത്തിയാകുമ്പോഴേക്ക് ഏതാണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാകും. തിരുവനന്തപുരം സന്ദർശിക്കുന്ന ഒരാൾക്ക് ബന്ധപ്പെട്ട സർവതല സ്പർശിയായ മേഖലയിലുള്ള എല്ലാ തരത്തിലുള്ള കൃഷി രീതികളും ഇനങ്ങളും എല്ലാം കാണാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു സൗകര്യം ഞങ്ങൾ EMS അക്കാദമിയുടെ ഭാഗമായി ഇപ്പോൾ പ്ലാൻ ചെയ്ത് നടന്നു വരികയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്കതിന്റെ പൂർണ്ണമായ വളർച്ചയിൽ അക്കാദമിയുടെ പ്രവർത്തനത്തോടൊപ്പം നടക്കുന്ന കാർഷിക പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കറിയാം, മുതലാളിത്തത്തിന് മൂലധനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. അതിൽ നിന്നാണ് മിച്ചമൂല്യം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകൃതിയെയും പ്രകൃതി സമ്പത്തിനെയും നിരവധി പ്രവർത്തനങ്ങളാണ് ലോകത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് നിലകൊള്ളുന്നത്. മൂന്നാം ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അതിന്റെ ഭാഗമായിട്ടുള്ള പരിണത ഫലങ്ങൾ അനുഭവിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോഴും നമ്മൾ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും ആ ചർച്ചകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വിട്ടുനിൽക്കുന്ന ഏറ്റവും വലിയ സാമ്രാജ്യ രാജ്യങ്ങളുടെ നിലപാടുകളും ലോകം അതിന്റെ പരിസ്ഥിതി എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, കാലാവസ്ഥ എങ്ങനെയാണ്, അതെങ്ങനെ മനുഷ്യ സമൂഹത്തെയാകെ ബാധിക്കും, ഇതിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ, ലോകത്തെ രക്ഷിക്കാൻ ആരാണ് ഉത്തരവാദികൾ ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ നിന്നാണ് സാമ്രാജ്യത്വം മെല്ലെ മെല്ലെ പിൻവാങ്ങുന്നത്. ഉച്ചകോടികളിൽ നിന്ന് കൃത്യമായ തീരുമാനമെടുത്താൽ തന്നെ ആ തീരുമാനം നടപ്പിലാക്കപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. കേവലം ചർച്ച കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പച്ചപ്പാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതുകൊണ്ട് നമുക്ക് പച്ചപ്പ് നിലനിർത്താൻ വേണ്ടിയും പച്ചപ്പ് ശക്തിപ്പെടുത്താൻ വേണ്ടിയും ചെടികളും മരങ്ങളുമെല്ലാം നട്ടു വളർത്തി നമ്മുടെ ആവാസ കേന്ദ്രത്തെ ഫലപ്രദമായിട്ട് സംരക്ഷിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇമാതിരിയുള്ള ഒരു പരിപാടി ഞങ്ങളിവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കേരളത്തിലുടനീളം ലക്ഷക്കണക്കിന് മരവും മരത്തിന്റെ തൈകളും ഒക്കെ നട്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയെ, കേരളത്തെ, ലോകത്ത് 52 സ്ഥലങ്ങൾ കാണണമെന്ന് ചൂണ്ടിക്കാണിച്ച ടൈം മാഗസിയുടെ കേരളം ഒരു സ്ഥലം എന്ന രീതിയിലാണ് കേരളത്തെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥ ഇതേപോലെ നിലനിർത്തി എല്ലാവരും പറയുന്നത് പോലെ ദൈവത്തിന്റെ സ്വന്തം നാട്,
അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ശുചിത്വത്തോടുകൂടി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ പുതിയ മേഖലയിൽ ചെറുവനങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന്റെ ഭാഗമായിട്ട് നടന്നു വരുന്നുണ്ട്. അതുപോലെ ജലാശയങ്ങൾ ശുദ്ധീകരിക്കൽ, കുളങ്ങൾ സംരക്ഷിക്കൽ, ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തേണ്ടത്. അതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാവണമെന്നും ഇവിടെ ഞങ്ങൾ ഈ രീതിയിലുള്ള ഒരു നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തന്നെ കാണാം, EMS അക്കാദമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യം അതിന്റെ പച്ചപ്പ് തന്നെയാണ്. ഇവിടെ വിസ്തൃതമായി കിടക്കുന്ന ഈ പ്രദേശത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ രീതിയിലുള്ള കൃഷികൾ ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. 1000 മരം ഒരു പ്രധാനപ്പെട്ട ഇനം എന്ന് പറഞ്ഞാൽ നമുക്ക് യഥേഷ്ടം ലഭിക്കുന്ന പ്ലാവിൽ നിന്ന് കിട്ടുന്ന ചക്ക. അപ്പോൾ 1.5-2 കൊല്ലം കൊണ്ട് 1000 പ്ലാവ് EMS അക്കാദമിയിൽ അത് കായ്ക്കുന്ന നിലയിലേക്ക് എത്താൻ പോവുകയാണ്. അതാണിപ്പം കാണുന്നത്. തെങ്ങ് ഇവിടെ ഇതിന്റെ അങ്ങേ ഭാഗത്ത് നല്ല തെങ്ങുണ്ട്. അതിൻ്റെ ഇടയിൽ വളയായിട്ട് മറ്റ് വിവിധ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. റബ്ബർ എസ്റ്റേറ്റ് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വരുന്ന ഒരാൾക്ക് കാർഷിക മേഖലയിൽ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് EMS അക്കാദമിയുടെ ഭാഗമായിട്ടുള്ള ഭൂമി അതിന്റെ കാർഷിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെല്ലാവരുടെയും പിന്തുണയുണ്ടാവണമെന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ദിനം കരുതലോടുകൂടി ലോകത്തെമ്പാടുമുള്ള ജനങ്ങളുടെ ഒപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അതിന്റെ തന്നെ ഭാഗമായിട്ടുള്ള EMS അക്കാദമിയിൽ ഈ മരം നട്ടിരിക്കുന്നു എന്ന കാര്യം ഇതിന്റെ ഭാഗമായിട്ട് അറിയിക്കുകയാണ്. നട്ട് ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യം നട്ടിരിക്കുന്നു എന്ന കാര്യം അറിയിക്കുകയാണ്. നഷ്ടപ്പെട്ടില്ല. പരാജയമുണ്ടാവും, അത് വിജയം ഉണ്ടാവും. വിജയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും പരാജയം ഉണ്ടാവും. ഈ പരാജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആകെ പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണല്ലോ. പാർലമെന്ററി സംവിധാനത്തെയും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഫെഡറൽ സംവിധാനത്തെയും ഞങ്ങൾ പച്ചയായിട്ട് ആ നിലപാട് സ്വീകരിക്കും. ഹിന്ദുത്വ അജണ്ടയാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്. ഭരണഘടനാ ഭേദഗതി വരുത്തും. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ നടത്തിയ ശ്രമത്തെ പ്രതിരോധിക്കുക എന്ന മുദ്രാവാക്യമാണ് കേരളത്തിലായാലും ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചത്. ആ മുദ്രാവാക്യത്തിൽ നല്ല നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. BJPക്ക് 370 മുതൽ 430 വരെ സീറ്റ് കിട്ടും എന്ന് നിങ്ങളെപ്പോലുള്ള മാധ്യമ ശൃംഖലകളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവേ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അബദ്ധം മനസ്സിലായല്ലോ. ഒന്ന് വന്ന് അവസാനം കിട്ടിയത് BJPക്ക് സ്വന്തമായിട്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ ഭൂരിപക്ഷം ഇല്ല. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന് അവരുയർത്തിയ ഈ കാര്യങ്ങളൊന്നും നിർവഹിക്കാനാവാത്ത തരത്തിൽ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിക്ക് അതുകൊണ്ട് ആ ചിത്രം നല്ലപോലെ ഇവിടെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാം നല്ല ജീവൻ നൽകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. അതുകൊണ്ട് എന്തോ പ്രതിസന്ധിയിലാണ് എന്നുള്ള തിരിച്ചറിയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇനി അടുത്ത ചോദ്യം ചോദിച്ചോ. കേരളത്തിലെ BJP 2ാം സ്ഥാനത്ത് പോലും വരികയില്ല എന്ന് മാഷ് നേരത്തെ പറഞ്ഞായിരുന്നു. തൃശ്ശൂർ BJP ജയിച്ചു. അതിന് യാതൊരു സംശയമില്ല. ഞങ്ങൾ കണ്ടത് എന്താ, കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് പിടിക്കുന്നല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത്. എന്താ സംഭവിച്ചത്? തൃശ്ശൂര് 86,000 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. 74,000 വോട്ടിനാണ് ജയിച്ചത്. ആരാ വോട്ടായിരുന്നു? ഞങ്ങൾക്ക് അവിടെ വോട്ട് കൂടിയിട്ടുണ്ട്. 6,000-ലധികം വോട്ട് കൂടിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 6,000 വോട്ട് കൂടുകയും UDFന്റെ ഭാഗമായിട്ട് മത്സരിച്ച കോൺഗ്രസിന് 86,000 വോട്ട് കുറയുകയും 74,000 വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തിരിക്കുന്നു. കണക്കൂട്ടിയാൽ മതി. ഇനി ബാക്കി കേക്ക് ഇനി നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതങ്ങോട്ട് വിടണ്ടാങ്ങനെ. ഞാൻ പറഞ്ഞതിന്റെ മേലെ അങ്ങനെ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണ്ട. കണക്കൂട്ടി നോക്കും. ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ആരെ വോട്ടാണ് BJPയെ ജയിപ്പിച്ചത്? നിയമത്തെ അതേ സിസ്റ്റം. അതുകൊണ്ട് ഞാൻ കണക്കുകൂട്ടിയത് ഞങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. BJP ജയിക്കില്ല. പക്ഷേ BJPയെ കോൺഗ്രസ് ജയിപ്പിച്ചിരിക്കുന്നു.
കോൺഗ്രസ് പാലം പിരിച്ചിരിക്കുന്നു, അവർ ജയിപ്പിച്ചിരിക്കുന്നു. അതാ ഉണ്ടായ സംഭവം. അതിന് കൃത്യമായ കണക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. മൊത്തത്തിൽ പരാജയമാണ് ഇവിടെ കേരളത്തിൽ. അത് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, പരാജയമാണ്. ആ പരാജയം സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും ഞങ്ങൾ വരുത്തും. അതിനുള്ള ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. അത് തിരുത്തി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഒരേ സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ജോയി ഇവിടെ നിൽക്കുന്നുണ്ട്. ജോയിക്ക് 618 വോട്ടിനാണ് തോറ്റത്. അപ്പൊ അത് ജയിച്ച തോൽവിയാണ്. അങ്ങനെയുണ്ടല്ലോ ഒരു തോൽവി, ഒരു ജയിച്ച തോൽവിയാണ്. അതുകൊണ്ട് അതെന്താ തോറ്റ കൂട്ടത്തിൽ കൂട്ടേണ്ടിയില്ല. ചില നല്ലതുപോലെ ജയിച്ച് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചെറിയ വോട്ടിനൊക്കെ തോറ്റിട്ടുണ്ട്. നല്ലപോലെ തോറ്റ മണ്ഡലങ്ങളുമുണ്ട്. എല്ലാം നമ്മൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോഴേക്ക് ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അസംബ്ലിയിലേക്ക് വരുമ്പോഴേക്ക് അപ്പോഴും ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റിയൊന്നും അവർക്ക് വ്യാമോഹമൊന്നും ഉണ്ടാവേണ്ടിയില്ല. അതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ച് വരാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ട് നഷ്ടപ്പെട്ടില്ല. കോൺഗ്രസിനാണ് UDFനാണ് 5%-ലധികം വോട്ട് നഷ്ടപ്പെട്ടത്. 47% എഴുതിക്കോ, 47% വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 2019 കിട്ടിയത്. 47. ഇപ്രാവശ്യം എത്രയാ? 42. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 36% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 1% വോട്ടിന്റെ കുറവോടെ 35% വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. അല്ലാണ്ട് എല്ലാം എന്തോ ആയിപ്പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണയും വേണ്ട. UDFന്റെ 5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 1% വോട്ട് കുറഞ്ഞു. കണക്ക് കൂട്ടി നോക്കുക, ആരതാ കുറഞ്ഞത്? പാർട്ടിയാണ്. അതിനനുസരിച്ചുള്ള പ്രചരണ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടത്തുകയും ചെയ്തു. മാഷെന്ന് പറഞ്ഞൊരു നിയോജക മണ്ഡലത്തിൽ 4000 കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ടും 1% വോട്ട് കുറയുകയാണ് ചെയ്തത്. അല്ല, എന്നിട്ട് 1% വോട്ടല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് ഈ നിങ്ങളെല്ലാം മാധ്യമങ്ങളാകെ ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർത്തേ അടങ്ങുമെന്ന വാശിയോടുകൂടി നിങ്ങൾ നടത്തിയ എല്ലാ പ്രവർത്തനം ഉണ്ടായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവരുടെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചിട്ടും ഞങ്ങൾക്ക് ഈ വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിച്ച UDFന്റെ ഈ കാലത്ത് 1% വോട്ട് ഞങ്ങൾ കുറയും. അവർ ഈ മുന്നേറ്റം സൃഷ്ടിച്ചു എന്ന് പറയുന്നവർക്ക് 5% വോട്ടിന്റെ കുറവുണ്ടാവുകയും ചെയ്തു. ഇനി അവരുടെ യോഗത്തിൽ നിങ്ങൾ അല്ല, അവർ പറയുന്ന അവരുടെ സമ്മേളനത്തിലോ അല്ല എവിടെയെങ്കിലോ അവരോട് ചെയ്യും. ആര് ഇല്ലില്ല, ഇപ്പൊ സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടി നടത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങളത് ഞങ്ങളുടെ അടിത്തറ ഭദ്രമായി നിലനിർത്തി മുന്നോട്ടേക്ക് പോവുകയാണ്. 18 നമുക്ക് നമ്മളെക്കാളും വോട്ട് അവർ കിട്ടിയുണ്ട്. തോക്കേണ്ട കുറവ് അതല്ലേ ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞത്. ഞങ്ങൾ അതൊക്കെ പരിശോധിക്കാൻ പോവല്ലേ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിശദാംശം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് പറയേണ്ടത് നിങ്ങളോട് പറയും. ഇപ്പം മുഖത്തിന് യാതൊരു തകരാറും ഇല്ല. മുഖമെല്ലാം വളരെ മിനിക്കിയ മുഖമായിട്ട്. വളരെ കാര്യമായി നടത്തിയതാണ്. പക്ഷേ വിശ്വാസത്തിലെടുത്തത് UDFനെയാണ്. അതെന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല CPM? അല്ല, ഞങ്ങള് ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും എല്ലാം മുഖവിലക്കെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ട്രെൻഡാണ് ഇപ്രാവശ്യം ഉണ്ടായതെന്നുള്ളതാണ് പൊതുചിത്രം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി, അപ്പുറം പറഞ്ഞതുപോലെ 19 സീറ്റ് കിട്ടി. അവർക്ക് ഇപ്രാവശ്യം 18 കിട്ടിയുള്ളൂ, ഒന്ന് കുറയുക ചെയ്തത്. ശബരിമലയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാത്രമൊന്നുമല്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യ മുന്നണി അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഞങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിച്ച ഒരു പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിൽ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങളാ. അപ്പോൾ ജനങ്ങളെ എന്തൊക്കെയാണ് സ്വാധീനിച്ചത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങളോട് പറയാനുള്ള അങ്ങോട്ട് പറയാം. അതിനൊന്നിച്ചാണ്ടാകുക എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ നൽകുമ്പോൾ എങ്ങനെയാണ് വോട്ടുകാർക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ച് അവര് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവാം. അതാണ് കാര്യം. ഒരു സംശയമില്ല, ഞങ്ങൾ തിരുത്തിയും ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് പോവുകയും ചെയ്യുമെന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. നല്ലതുപോലെ ഞങ്ങളിത് പരിശോധിക്കും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. ശാക്തീകരണമൊന്നും ഒന്നും സംഭവിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതല്ലേ പറഞ്ഞേ. പക്ഷേ CPIക്ക് കടുത്ത വിമർശനമുണ്ട്. രാജ്യസഭാ സീറ്റിൽ അടക്കം അവർക്ക് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട്. അല്ല, അത് ചർച്ച ചെയ്തില്ല. അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ BJP വോട്ടുകളിൽ വർധനമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് അത്ര വലിയ വർധനമൊന്നും ഉണ്ടായില്ല. 17% വോട്ടാണ് അവർക്ക് കിട്ടിയത്. അതൊരു വലിയ വർധനമൊന്നുമല്ല. 18% വരെ വോട്ട് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തും. ഇപ്പൊ BJPയുടെ കാര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ കുറച്ചുകൂടെ ഗൗരവത്തോടെ കാണുകയും പരിശോധിക്കാം. നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ നിർദ്ദേശമൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല.
ബിജെപിയുടെ ചില മണ്ഡലങ്ങളിലെങ്കിലും നല്ലതുപോലെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള കാര്യം ഉൾപ്പെടെ വെച്ച് നല്ലതുപോലെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. മന്ത്രിസഭാ പുനഃസംഘടന അനിവാര്യമായിരിക്കല്ലേ ഇപ്പം? ഇവിടെ മന്ത്രി പുനഃസംഘടന കെ. രാധാകൃഷ്ണൻ ഇപ്പോ ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ച് വെറുതെ വേണ്ടാത്ത സങ്കീർണത ഉണ്ടാക്കണ്ട. ആവശ്യമുള്ള കാര്യം നമുക്ക് ചെയ്യാം കേട്ടാ, ആവശ്യമുള്ള കാര്യം ചെയ്യാം. വേണ്ടാതെ ഒരു സങ്കീർണത കേൾക്കുന്ന ആൾ വിചാരിക്കാം എന്തോ ഭയങ്കരമായ സംഭവം വരാമൊന്നുമില്ല. വടകര വലിയ മത്സരം നടന്ന സ്ഥലമാണ്. അവിടെ ഒരു കനത്ത തോൽവിയാണ്. അവിടെ ശരിക്കും അവർ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലവും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സ്വാഭാവികമായിട്ടും ഇനി നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മതസൗഹാർദ്ദം നിലനിർത്താൻ ആവശ്യമായ ഒരു സജീവ ഇടപെടലാണ് ഇപ്പോഴവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്.